അപ്പോൾ നമ്മളിന്ന് ആൽക്കഹോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് തരത്തിൽ സൈക്കോ ആക്റ്റീവായിട്ടുള്ള മനുഷ്യൻ്റെ മാനസിക അവസ്ഥകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വസ്തുക്കളെ നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെ പലതവണ പറയുന്ന കേൾക്കുന്നുണ്ട് ഇപ്പോൾ ചുറ്റും. ആ ഒരു ചർച്ച ചൂടുപിടിച്ചിരിക്കുന്ന സമയത്താണ് പൊതുവെ ഈ കൂട്ടത്തിൽ മിണ്ടാതെ അല്ലെങ്കിൽ സൈലൻ്റായി ഒളിച്ചു കടത്തപ്പെടുന്ന ആൽക്കഹോളിനെ കുറിച്ച് ഒരല്പം സയൻസ് നമുക്ക് സംസാരിക്കേണ്ടത്. ഗ്യാബയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളെ അത് മന്ദീഭവിപ്പിക്കാൻ കാരണം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ഗ്ലൂട്ടാമേറ്റിനെ തടയുകയാണ് ചെയ്യുന്നത്, അതും സെയിം ന്യൂറോണൽ ആക്ടിവിറ്റിയെ തടയും. ഇതിൻ്റെ ഫലമായിട്ട് പല തരത്തിലുള്ള വ്യത്യാസങ്ങളും നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാവും. ഈ മസ്തിഷ്കമാണല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശാരീരികമായിട്ടുള്ള കോർഡിനേഷൻ ആയിക്കൊള്ളട്ടെ, ചിന്തയായിക്കൊള്ളട്ടെ, സംസാരമായിക്കൊള്ളട്ടെ, എല്ലാം. അപ്പോൾ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ ബ്രെയിൻ കെമിസ്ട്രിയെ ആൽക്കഹോൾ സ്വാധീനിക്കുന്നതോടുകൂടി ഈ പറഞ്ഞ കുടിയന്മാരുടെ ലക്ഷണങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങും. ഒന്ന് സ്ലറി സ്പീച്ച്, സംസാരം കുഴയാൻ തുടങ്ങും, കോർഡിനേഷൻ പോവും, മൂവ്മെൻറ്റ് നമുക്ക് വിചാരിച്ച പോലെ സാധനങ്ങൾ നമ്മുടെ കൈപ്പിടി നിൽക്കത്തില്ല, സെറിബെല്ലത്തെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബാലൻസ് നിൽക്കില്ല, നമ്മുടെ കോർഡിനേഷൻ പോകും, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കൈകാലുകളിൽ ചലിപ്പിക്കാൻ നമുക്ക് പറ്റിക്കോളണം എന്നില്ല. അതുപോലെ ചിന്ത സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങും, ഫാസ്റ്റായിട്ട് ചിന്തിക്കാൻ കഴിയില്ല, നമ്മുടെ റിഫ്ലക്സ് സ്ലോ ആകും. നമ്മുടെ നേരെ പെട്ടെന്നൊരു സംഗതി ചാടി വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരാൾ പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ വഴി പ്രതികരിക്കും. ഈ റിഫ്ലക്സ് സ്ലോ ആകുന്നതുകൊണ്ട് നിങ്ങൾ മദ്യത്തിൻ്റെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ, അതാണ് ലോകത്തെല്ലായിടത്തും ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു ക്രൈമായിട്ട് തന്നെ കണക്കാക്കുന്നത്. കാരണം ഡ്രൈവിങ്ങിനിടയ്ക്ക് നമുക്ക് എസെൻഷ്യലി വേണ്ട ചില സ്കില്ലുകളാണ് ഈ റിഫ്ലക്സ് ആക്ഷൻ. പെട്ടെന്നൊരു തടസ്സം നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് വണ്ടി നിർത്താൻ വേണം. ലോകത്തെല്ലായിടത്തും ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ് ഒരു ക്രൈമായിട്ട് കണക്കാക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനം നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. പെട്ടെന്നൊരു തടസ്സം കണ്ടു, വണ്ടി ചവിട്ടി നിർത്താൻ നമുക്ക് പറ്റുന്നത് നമുക്കിത് കണ്ട് വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ളൊരു ഫാസ്റ്റ്നെസ് നമ്മുടെ ബ്രെയിനും പ്രവർത്തനങ്ങൾക്കും ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ അണ്ടർ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഇതില്ലാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ അപകടം ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാസവസ്തു ഉണ്ടെങ്കിൽ അത് ആൽക്കഹോളാണ്. കാരണം അണ്ടർ ഇൻഫ്ലുവൻസ് ആൾക്കാർ വാഹനം ഓടിക്കുമ്പോൾ അവരുടെ ഈ കോർഡിനേഷൻ പോവും, അവർക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല, അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആവും. മസ്തിഷ്കത്തിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അവിടുത്തെ ഈ മന്ദഗതിയിലാക്കൽ, അവിടുത്തെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂട്ടാമേറ്റിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന വഴിയാണ് ഈ പ്രവർത്തനം മന്ദഗതിയിലാക്കും. അപ്പോൾ ആ സമയത്ത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലാണ് നമ്മളുടെ ജഡ്ജ്മെൻറ്റുകൾ നടക്കുന്നത്. ചുറ്റുപാടുകളെ വിലയിരുത്താനും കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അവിടെ മസ്തിഷ്കത്തിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ മദ്യം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പാളും. അപ്പോൾ ഈ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ആ സമയത്ത് വല്ലാത്ത അഡ്വഞ്ചറസ് ആയിരിക്കും ആൾക്കാർ, ഭയങ്കര റിസ്ക് ടേക്കിംഗ് ബിഹേവിയറാണ്. അപ്പോൾ ഇല്ലാത്ത ധൈര്യം വരുന്നതായിട്ട് ആളുകൾക്ക് അനുഭവപ്പെടുന്നത് ആ സമയത്താണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതുപോലെ സൈക്കോ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ മനുഷ്യൻ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നതും പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തുന്നതൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഞ്ചാവ് എന്ന് പറയുന്നത് സൈക്കോ ആക്റ്റീവ് ഇഫക്റ്റ് ഉള്ള ഒരു രാസവസ്തുവാണ്. അതൊരു പ്ലാന്റിൽ നിന്നാണ് വരുന്നത്, നമുക്കറിയാം, കഞ്ചാവ് ചെടിയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ മെത്തെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന MDMA എന്നൊക്കെ വിളിക്കുന്ന സിന്തറ്റിക്കായിട്ട് രാസപരമായിട്ട് നമ്മൾ ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന രാസവസ്തുക്കളുണ്ട്. ഇതിനെല്ലാം ഒരു സൈക്കോ ആക്റ്റീവ് സ്വഭാവമുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാം, കഞ്ചാവ് പല സ്ഥലങ്ങളിലും ഇല്ലീഗലാണ്, ചില സ്ഥലങ്ങളിൽ ലീഗലാണ്. പക്ഷേ പല സിന്തറ്റിക് ഡ്രഗുകളും ലോകത്ത് എല്ലായിടത്തും ഇല്ലീഗലായിട്ട് പരിഗണിക്കപ്പെടുന്ന ഡ്രഗുകളാണ്. ഇത്തരം പലതരം വസ്തുക്കൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ കൂട്ടത്തിൽ ആൽക്കഹോളിൻ്റെ സ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ അപകടകാരികളുടെ ഒരു റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ ആൽക്കഹോളിൻ്റെ റാങ്ക് എത്രാമത്തെ ആയിട്ടായിരിക്കും വരുന്നത്? ഒരുപക്ഷെ പത്രവാർത്തകളൊക്കെ കേട്ടാൽ നമുക്ക് തോന്നുക ആൽക്കഹോൾ ഈ കൂട്ടത്തിൽ താഴെയും ബാക്കി ഡ്രഗ്സ് എല്ലാം ഇതിന് മുകളിലുമായിരിക്കും എന്നാണ്. പക്ഷേ സയൻറ്റിഫിക് ആയിട്ടുള്ള പല പഠനങ്ങളുടെയും കൺക്ലൂഷൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക്, അത് ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിലോ ഏറ്റവും കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള സൈക്കോ ആക്റ്റീവ് രാസവസ്തു എന്ന് പറയുന്നത് ഇതിൽ ആൽക്കഹോളാണ്. ആൽക്കഹോളിനെ ശരീരം നേരിട്ട് ഒരു വിഷവസ്തുവായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല അഡിക്റ്റീവ് സ്വഭാവമുള്ളത്, അതായത് നിങ്ങളെ ആസക്തിയിലേക്ക് എത്തിക്കാൻ ആൽക്കഹോളിന് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കഞ്ചാവിന് നിങ്ങളിൽ ആസക്തി ഉണ്ടാക്കാൻ സാധിക്കില്ല, അതായത് നിങ്ങളെ അതിനോട് ഡിപ്പെൻഡൻ്റ് ആക്കാനുള്ള കഴിവ് കഞ്ചാവിനില്ല. പക്ഷേ അത് ആൽക്കഹോളിന് നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ പല സിന്തറ്റിക് ഡ്രഗ്, നമുക്ക് ഈ സിന്തറ്റിക് ഡ്രഗുകളിലേക്കുള്ള വിശദമായിട്ടുള്ളൊരു ആലോചനയ്ക്ക് ഇപ്പോൾ സമയമില്ല. നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ആൽക്കഹോളിലാണ്. ഇവിടെ ഒരു താരതമ്യം മാത്രമാണ് ചെയ്യുന്നത്. മറ്റ് പല പേരുകേട്ട ഹെറോയിൻ, കൊക്കൈൻ ഇങ്ങനെയുള്ള പല രാസവസ്തുക്കളുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ശരീരത്തിന് പെട്ടെന്ന് അഡിക്റ്റീവ് ആക്കുന്ന, അഡിക്ഷൻ ഉണ്ടാക്കുന്നത്
ആ കഴിവുള്ളത് ആൽക്കഹോളിനാണ്. പക്ഷേ ആൽക്കഹോൾ ലോകത്ത് എല്ലായിടത്തും പരക്കെ ലീഗലാണ്, വളരെ വൈഡ്ലി ആക്സസിബിൾ ആണ്. സർക്കാരുകൾ തന്നെ ഇത് ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ഇൻഡസ്ട്രികൾ, വലിയ വ്യവസായങ്ങൾ ആൽക്കഹോളിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ബാക്കി രാസവസ്തുക്കളെല്ലാം പൊതുവെ ഇല്ലീഗലാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഈ കണ്ട സ്റ്റാറ്റസിലേക്ക് ഇവ വരുന്നത് എന്നുള്ളതാണ്. 2010 ലാൻസെറ്റ് എന്ന പ്രസിദ്ധമായിട്ടുള്ള ജേണലിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പേപ്പറുണ്ട്. അതിൻ്റെ കൺക്ലൂഷൻ ഇതാണ്: ഹാം ടു ഇൻഡിവിജ്വൽ, ഹാം ടു സൊസൈറ്റി, ഈ 2 ക്രൈറ്റീരിയനുള്ള റാങ്കിങ്ങിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആൽക്കഹോളാണ്. കാരണം ഏറ്റവും കൂടുതൽ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൽക്കഹോളാണ്. അഡിക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ കാരണം ഇൻഡിവിജ്വൽ ഹെൽത്തുമായിട്ടും സോഷ്യൽ ഫാമിലി ലൈഫുമായിട്ടും ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആൽക്കഹോളാണ്. ബാക്കി ഈ പറഞ്ഞ കനാബിസിൻ്റെയൊക്കെ റോള് അതിൽ വളരെ താഴെയാണ്.